ഇന്ന് ഞാൻ ഏകദേശം 8 മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എൻ്റെ വീടിനും ഞങ്ങളുടെ എല്ലാവരുടെ വീടുകളിൽ നിന്നും ഒരു ഈക്വൽ ഡിസ്റ്റൻസിലുള്ള സ്പേസാണ് മന്ത്രി മോളിൽ. പിന്നെ ഒരു 4 മണി 5 മണി ആവുന്ന ആ ഒരു സമയത്ത് അവിടെ എത്തണം എന്നുള്ള രീതിയിലാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ടുള്ളൊരു മേക്കപ്പ് സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ അത് ഞാൻ പൊതുവേ അങ്ങനെ അത്രയ്ക്കൊന്നും ചെയ്യാറില്ല. ഞാൻ പിന്നെ ഒരു വൈറ്റ് ടോപ്പ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അപ്പോൾ അതും പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ബ്ലൂ ജീൻസും. ഇതാണ് എൻ്റെ ഒരു ഓവറോൾ ഔട്ട്ഫിറ്റ് ഞാൻ ഡിസൈഡ് ചെയ്തത്. പെട്ടെന്ന് കിട്ടിയതാണ്. ടോപ്പ് പോലും മരിക്ക് അയൺ പോലും ചെയ്തില്ല, കാരണം ഞാൻ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. പിന്നെ ഈ മ്യൂൾസ് ഞാൻ സ്ട്രീറ്റ് സ്റ്റൈലിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ഇഷ്ടമാണ്, നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ സംഭവം. പിന്നെ ഞങ്ങളെക്കുറിച്ച് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ 6 പേരും കോളേജിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തു. പിന്നെ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയറിലേ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങൾ 4th ഇയർ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞ് തരാൻ ഞങ്ങളതും സ്പ്ലിറ്റ് ചെയ്യാണ്ട് എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് കാണുന്നത് ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഡേയുടെ അന്നാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഇങ്ങനെ എല്ലാവരും എല്ലാ മാസത്തിലും ഒരിക്കലെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ. പിന്നെ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം, കാരണം ഓരോരുത്തർക്കും ജോലിയും പല പല സ്ഥലങ്ങളിലായി. ഇവൻ though ഞങ്ങൾ ബാംഗ്ലൂരിൽ തന്നെ ആണെങ്കിലും ബാംഗ്ലൂരിലെ പല പല സ്ഥലത്തുനിന്ന് അങ്ങനെയൊക്കെ വരുന്നതും, പിന്നെ ചില ആൾക്കാർക്ക് സൺഡേ വർക്കിംഗ് ഡേ ആയിരിക്കും, ചിലർക്ക് സാറ്റർഡേ വർക്കിംഗ് ഡേ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ മീറ്റപ്പ് നടന്നേയില്ല. അങ്ങനെ അവസാനം 8 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ എങ്കിലും കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവസാനം പ്ലാൻ ചെയ്ത സ്ഥലമാണ് മന്ത്രി മോൾ. അപ്പോൾ ഓൾറെഡി ഞാൻ ലേറ്റ് ആയിരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ലെൻസ് കാർട്ടിലുണ്ടായിരുന്നു, ഒരാൾക്ക് സ്പെറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറയാൻ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ലെൻസ് ഈ കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവൾ മോളിൽ ഇറങ്ങി എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാം, പിന്നെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കുക എന്നുള്ളതിൽ വല്ല കാഫേസിലോ റെസ്റ്റോറൻറ്റ്സിലോ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം മാത്രമേ മോളിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, ഓരോ ഓട്ടോ എടുത്തിട്ട് അതിൽ 5-6 പേരും അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് അങ്ങോട്ട് പോകും. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുണ്ടായിരുന്ന മന്ത്രി മോളിന് അടുത്തുണ്ടായിരുന്ന 1522-ലാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഫിൽറ്റർ കോഫി കുടിക്കാൻ തോന്നി. അപ്പോൾ അവിടെ അടുത്തായിരുന്നു ഈ രാമേശ്വരം കഫേ ഉള്ളത്. ബാംഗ്ലൂരിലൊരു ഫേമസ് ഫുഡ് സ്പോട്ടാണ്. രാത്രി 3 മണിക്കും 1 മണിക്കൊക്കെ അത് തുറന്നിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം അവിടെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ ഉണ്ടായിരുന്നുള്ളൂ രാമേശ്വരം കഫേ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. അവിടെ 3 മണി സമയത്ത്, രാത്രി 3 മണിക്ക് നല്ല തിരക്കുള്ള സമയമാണ്. പിന്നെ അവിടെ ഇന്ത്യയുടെ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കോഫി കുടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. അവർ റോഡിൽ സൈഡിൽ ഇങ്ങനെ സ്റ്റൂളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് പിന്നെ പതുക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും സ്പ്ലിറ്റായി. പിന്നെ ഞാനാണെങ്കിൽ വീട്ടിലേക്കും വന്നു. പക്ഷേ ഇത് മീറ്റ് ചെയ്യുന്നത് വരെ എനിക്ക് അങ്ങനെ പോണോ പിന്നെ വീണ്ടും നാളെ മൺഡേ അല്ലേ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ എത്രത്തോളം മിസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.